3 little pigs lived in a house near the forest. One day, ആരാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? One day their mother said to them, little pigs, you are not babies now. Go into the world and build a house in the forest. കുട്ടി, ഊണ് കഴിക്കാൻ വീട്ടിൽ പോകുന്നെങ്കിൽ വേഗം പോയിട്ട് വരൂ. അമ്മേ, ഇത് സാധന പണിയാ. അവളെ അതിൽ കടന്നിരുന്ന കള്ളമാണമ്മേ. ഞാനല്ല അമ്മച്ചി. ശാരദ അല്ല അമ്മേ, പ്രഭയുടെ പണിയാ. നിന്നോട് ചോദിച്ചില്ല, സാക്ഷി പറയാൻ വന്നിരിക്കുന്നു. ആരെയും പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഉപകാരം ചെയ്യാൻ പോകുന്ന ഭർത്താവ് ഉപദ്രവം. പണയപ്പണ്ടം തന്നേച്ചാണെങ്കിലും നീ ചെയ്തത് ഉപകാരമാണ് ദേവി. പിന്നെ ഒരു കാര്യം കേട്ടോ, എന്റെ അടുക്കൽ നിന്ന് കൂടുതൽ പലിശ ഒന്നും വാങ്ങിക്കരുത്. അമ്മുമ്മയ്ക്കായതുകൊണ്ടാണ് ഞാനിപ്പോഴും ചെയ്തത്. അങ്ങനെ കൂടുതലൊന്നും വാങ്ങിക്കുകയല്ല. എന്ന് വെച്ച് വാങ്ങിക്കാതിരിക്കാൻ ഒക്കുമോ? കേശവനായ ഓണത്തിന് വരുമായിരിക്കല്ലേ? ഇപ്പോഴെങ്ങും അവധി കിട്ടുകയെന്നും പറഞ്ഞാ എഴുത്ത്, ഓണത്തിന് അച്ഛൻ വരുമെന്നും പറഞ്ഞാ പിള്ളേരിരിക്കുന്നത്. എന്തായാലും എന്റെ ദേവകി, നീ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. അത് ഞാൻ പറയും. എന്തോന്നു, തന്തയും താന്തയും ഇല്ലാത്ത ഈ കൊച്ചിനെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഒന്നുമില്ലെങ്കിലും ദൈവചോദ്യം ഉണ്ടാകുമെന്ന് ഓർക്കണേ. ആഹാ, അത് ശരി. അതാണോ കാര്യം? തന്തയും തള്ളയും ചത്ത് അനാഥയായ ഒരു കുഞ്ഞിനെ എടുത്ത് സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി എന്നോട് ദൈവം ഒന്നും ചോദിക്കത്തില്ല. മക്കളുള്ളവര് കണ്ടാൽ സഹിക്കുന്നതാണോ ഇതൊക്കെ? സഹിക്കാൻ പറ്റാത്ത ഇവിടെ ആരും ചെയ്തില്ല. അവള് വളർന്നു വരുമ്പോ കണ്ടോരെ ആശ്രയിക്കാതിരിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ വേല ചെയ്ത് പഠിക്കണം എന്ന് കരുതിയാ ഞാൻ അവളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുന്നത്. അവൾക്കൊരു നേരം നാഴി വെള്ളം കൊടുക്കാൻ ആരും കാണുന്നില്ല. അതിന് ഞാൻ തന്നെ വേണം. കുടമേക്ഷിക്കാൻ എല്ലാരും ഉണ്ട്. എന്റെ ദേവകി, 10 മക്കളെ പെറ്റു വളർത്തിയവളാ ഞാൻ. കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട് കാണുമ്പോ എനിക്ക് വേദന തോന്നും. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ആരും എന്നെ ഉപദേശിക്കണ്ട, എല്ലാം എനിക്കറിയാം. കാര്യം കാണാൻ വാചകം മുടിച്ചോണ്ട് ഓരോന്ന് വലിഞ്ഞ് കേറിക്കോളും. നാശങ്ങള്. ഉദ്ദേശം ആരെയാണെന്ന് മനസ്സിലായില്ല. ആരെയാണെങ്കിൽ എന്താ, കുശുമ്പും കുഞ്ഞായ്മ കൊണ്ട് കുടുംബത്ത് വെച്ചേക്കണം. കണിയാൻ എന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞ നേരല്ലയോ? നല്ല ഒന്നാന്തരം നേരെ. ഇനി ആ കാര്യം എന്താണെന്നും കൂടെ നിങ്ങൾ പറഞ്ഞോളൂ. മതി മതി, ഇനി നാളെ ആവാം. ഓറ്റി ഓട്ടി പോയി പാൽ കൊടുത്ത് പാത്രം വെച്ചിട്ടുണ്ടോ? ഈ കൊച്ചിനെ നോക്കി വളർത്തിയത് ഞാനാ. അത് പിന്നെ പറഞ്ഞിട്ട് വേണം. യാതൊരു കാര്യലാഭവും ഇല്ലാതെ സ്വന്തം കുഞ്ഞിനെ പോലെ ഞാൻ അതിനെ വളർത്തുന്നത്. ആ കൊച്ചിന്റെ തള്ളയേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. കേളുക്കിന് ഞാൻ അറിയാമേ. പിള്ളേരുടെ അച്ഛന് പോലും അത്ര തൃപ്തിയുള്ള കാര്യമല്ലത്. അത് ഈ കണക്കിന് അങ്ങോട്ട് പോയാൽ അങ്ങൊരു കുത്തുവാള എടുക്കൂലോ എന്ന് ഓർത്താ. പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം അങ്ങർക്കില്ല. അതുകൊണ്ട് സമ്മതിച്ചതാ. ഈശ്വരോ രക്ഷതോ. എന്റെ സാമർഥ്യവും പ്രയത്നവും കൊണ്ടൊന്ന് പച്ചപിടിച്ച് വന്നപ്പോ തുടങ്ങിയ അസൂയ ഈ അയൽക്കാർക്ക്. എന്നാ വല്ല കൈമാറ്റത്തിനോ ദേവി തന്നെ വേണം താനും.
അക്ഷരം പ്രതി ശരിയാ. കാക്ക തിന്നുന്നത് കോഴിക്ക് കണ്ടുകൂടാ. നേരെ ആ ശാരദയെ കൊണ്ട് ചെറിയ വീട്ടുജോലി വല്ലതും ചെയ്യിപ്പിക്കുന്നതിന് ഇവർക്ക് എന്തിനാ പരാതി? തള്ളിക്കളയേണ്ട കേസല്ലേ. രക്ഷിക്കാൻ അവകാശമുള്ളവന് ശിക്ഷിക്കാനും അവകാശമുണ്ട്. അത് വല്ലതും അറിയാമെങ്കിലല്ലേ തുടങ്ങി വെച്ച അമ്മൂമ്മയ്ക്ക് കണക്കിന് നാല് പറഞ്ഞു കൊടുത്തു. നന്നായി പോയി. ഉരുളക്കുപ്പേര് ഉടനെ കൊടുത്തേക്കണം. വന്യാസ്ത്രത്തിന് വരുണാസ്ത്രം. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. അമ്മേ, എന്റെ കൈയെല്ലാം നോവുന്നു. ഇത് കണ്ടോ അമ്മേ? എനിക്ക് എപ്പോഴും പണിയാ. എന്നാലും ദിവസം അമ്മച്ചി എന്നെ വഴക്ക് പറയും, തല്ലും. അമ്മ എന്തിനാ അമ്മച്ചിക്ക് എന്നെ കൊടുത്തേ? അമ്മേ, ഞാൻ പോവാ. നേരം വൈകിയ അമ്മച്ചി എന്നെ തല്ലും.